നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്ന് വീണായിരുന്നു ബീഹാർ സ്വദേശിയായ അലിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഗുരുതരമായ പരിക്കിനെ തുടർന്ന് സൗദിയിലെ ആശുപത്രിയിൽ കിടന്നത് 231 ദിവസമാണ്. ഇക്കാലം അത്രയും തുണയും സ്നേഹപരിചരണവുമായി ഒപ്പം നിന്നത് മലയാളികളാണ്. 8 മാസത്തെ ആശുപത്രിവാസത്തിനു ശേഷം ശനിയാഴ്ച മുസാഫിർ അലി നാട്ടിലേക്ക് തിരിക്കും. കെട്ടിട നിർമ്മാണ ജോലിക്കിടെ നിലത്ത് വീണ് പരിക്കേറ്റാണ് ഇയാൾ ആശുപത്രിയിലായത്. പരിക്ക് ഭേദമായെങ്കിലും ആശുപത്രി ബില്ലടയ്ക്കാത്തതിനാൽ ഡിസ്ചാർജ് കിട്ടാതെ കഴിയുകയായിരുന്നു. എന്നാൽ സൗദി ആശുപത്രി അധികൃതർ 1,39,200 റിയാലിന്റെ ബില്ലും പാസ്പോർട്ട് വിഭാഗം നിയമലംഘനങ്ങളുണ്ടായ സാമ്പത്തിക പിഴകളും നിയമക്കുരുക്കുകളും ഒഴിവാക്കി കൊടുക്കുക ചെയ്തതോടെ 51-കാരൻ അലിക്ക് നാട്ടിലേക്ക് പോകാനുള്ള തടസ്സവും ഒഴിവായി. 10 വർഷമായി റിയാദിൽ കെട്ടിട നിർമ്മാണ ജോലി നടത്തിയിരുന്ന ഇയാൾ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്ന് താഴെ വീണ് ഗുരുതരമായി പരിക്കേറ്റാണ് ആശുപത്രിയിലെത്തിയത്. തലയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റ് രക്തത്തിൽ കുളിച്ചു കിടന്ന ഇയാളെ ആരോ എടുത്ത് ഷുമൈസിലെ കിങ് സൗദ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 2 മാസം അവിടെ കിടന്നു. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിൽ 200 കിലോമീറ്റർ അകലെ സാജർ ആശുപത്രിയിൽ കിടക്ക ഒഴിവായപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റുകയായിരുന്നു. ഷുമൈസിൽ തിരക്കേറിയത് കൊണ്ടാണ് സാജറിലേക്ക് മാറ്റിയത്. ശരീരത്തിലെ പരിക്കുകൾ ഭേദപ്പെട്ടെങ്കിലും മാനസിക നില തെറ്റിയ അവസ്ഥയിലായിരുന്നു പിന്നീട്. ഇയാളെ കണ്ടെത്തി നാട്ടിലെത്തിക്കാൻ ബന്ധുക്കൾ സഹായം തേടിയതിനെ തുടർന്ന് ഇന്ത്യൻ എംബസി ദവാത്മിയിലെ മലയാളി സാമൂഹ്യ പ്രവർത്തകൻ ഹുസൈൻ അലി വഴി നടത്തിയ അന്വേഷണത്തിലാണ് സാജറിനെ ആശുപത്രിയിൽ കണ്ടെത്തിയത്. അപകടമുണ്ടായതോ പരിക്കേറ്റതോ ഒന്നും നാട്ടിലുള്ള ഭാര്യയും മറ്റും അറിഞ്ഞിരുന്നില്ല. 1 വർഷം മുൻപ് നാട്ടിൽ വന്ന് മടങ്ങിയ ശേഷം വിവരമില്ലാതായതോടെയാണ് ബന്ധുക്കൾ അന്വേഷണത്തിനിറങ്ങിയത്. ഹുസൈൻ അലി സാജറിലെ ആശുപത്രിയിലെത്തി ഇയാളെ കാണുകയും നാട്ടിലയക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തെങ്കിലും 1.5 ലക്ഷം റിയാലിന്റെ ബില്ല് ആശുപത്രിയിൽ നിന്ന് വിടുതൽ കിട്ടാൻ തടസ്സമായി. ദിവസം 600 റിയാൽ എന്ന നിരക്കിലാണ് ഇത്രയും തുകയായത്. ഇതിനു പുറമെ തന്റെ കീഴിൽ നിന്ന് ഒളിച്ചോടിയെന്ന് കാണിച്ച് സ്പോൺസർ ജവാസത്തിൽ പരാതിപ്പെട്ട് ഹുറൂബാക്കുക കൂടി ചെയ്തതോടെ കുരുക്ക് മുറുകുകയായിരുന്നു. സാമൂഹിക പ്രവർത്തകരുടെ നിരന്തര ശ്രമത്തിന്റെ ഫലമായി ആശുപത്രി അധികൃതർ ബില്ല് പൂർണ്ണമായും ഒഴിവാക്കാൻ തയ്യാറായി. സൗദി പാസ്പോർട്ട് വിഭാഗം പിഴയും ഹുറൂബ് നിയമക്കുരുക്കുകളും ഒഴിവാക്കി എക്സിറ്റ് വിസയും നൽകി. ഇതോടെ നാട്ടിലേക്ക് വഴി തുറന്നു കിട്ടി. ഇന്ത്യൻ എംബസി യാത്രാ ചെലവുകളും നൽകിയതോടെ വിമാന ടിക്കറ്റുമായി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3:45 എയർ ഇന്ത്യ വിമാനത്തിൽ ഡൽഹിയിലേക്ക് പോകും. അവിടെ നിന്ന് ലക്നൌവിലേക്കും പോകും. ഏറെക്കാലം ആശുപത്രിയിൽ അബോധാവസ്ഥയിലായിരുന്ന മുസാഫിർ അലി മലയാളിയായ സ്റ്റാഫ് നഴ്സ് സൂസൻ എബ്രഹാമിന്റെ സ്നേഹപൂർവ്വമായ പരിചരണത്തിലൂടെയാണ് ജീവിതത്തിലേക്ക് മടങ്ങുന്നത്. KMCC ദവാത്നി ഏരിയയിലെ പ്രവർത്തകൻ ബോബൻ ഡേവിഡും വേണ്ട സഹായങ്ങളുമായി രംഗത്തെത്തിയിരുന്നു.